ബെനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാഗമണിലെ വേറിട്ട കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ വാഗമണിലെ കോട്ടമല, ഉറുമ്പള്ള്, കൈതപ്പതാൽ വ്യൂ പോയിന്റ്സും ഉളുപ്പണ്ണി വെള്ളച്ചാട്ടവും കാണാനുള്ള ഓഫ് റോഡ് ജീപ്പ് യാത്രയാണ്. വാഗമണിലേക്ക് എത്താൻ നമ്മൾ ഫ്ലൈറ്റിനാണെങ്കിൽ കൊച്ചിയിൽ നിന്നും, അതുപോലെ തന്നെ ട്രെയിനാണെങ്കിൽ കോട്ടയത്തുനിന്നോ ഏറ്റുമാനൂരിൽ തിരിക്കുക, അല്ലെങ്കിൽ ബസ്സിന് വരുവാണെങ്കിൽ കുറവലങ്ങാട് നിന്നോ അല്ലെങ്കിൽ ഏറ്റുമാനൂരിൽ നിന്നോ ബസ്സുകളുണ്ട്. അതുപോലെ മൂന്നാറിൽ പോയിട്ട് വരാനാണേലും തേക്കടി പോയിട്ട് വരാനാണേലും അവിടുന്ന് നേരെ ഷോർട്ട് കട്ടുണ്ട്. കുട്ടിക്കാനത്തുനിന്ന് തേക്കടിയിൽ നിന്ന് കുട്ടിക്കാനം വഴി വരാൻ പറ്റും. റിസോർട്ടിൽ നിന്നും അറേഞ്ച് ചെയ്ത് തന്ന ജീപ്പിലായിരുന്നു ഞങ്ങൾ ഓഫ് റോഡ് ജീപ്പ് യാത്രയ്ക്ക് പോയത്. 2500 രൂപയാണ് ജീപ്പിന് ചാർജ്. നമ്മുടെ ചാനൽ ബെനീസ് വ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നമ്മൾ റിസോർട്ടിൽ നിന്ന് യാത്ര തിരിച്ചു. ഉപ്പേറയ്ക്കുള്ള റോഡിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഏതാണ്ട് 1 കിലോമീറ്ററോളം പോയാൽ ഈ കോട്ടമലയ്ക്കുള്ള ജംഗ്ഷനായി. റൈറ്റിലേക്ക് പോയാൽ ഉപ്പുതറ, ലെഫ്റ്റിലേക്ക് പോയാൽ കോട്ടമലയിലേക്കുള്ള വഴിയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. കോട്ടമല ഏരിയയിൽ ഉള്ള എസ്റ്റേറ്റ്സ് MMJ പ്ലാന്റേഷൻ്റെ എസ്റ്റേറ്റ്സ് ആണ് കോട്ടമലയിലുണ്ടായിരുന്നത്. ഇപ്പോൾ എസ്റ്റേറ്റ് ഒന്നും സജീവമല്ല. ഈ എസ്റ്റേറ്റുകളിലൂടെയൊക്കെയുള്ള വഴികൾ ഇത് അങ്ങോട്ട് കോട്ടമലയിലേക്ക് എത്തുന്നേ ഉള്ളൂ. ഈ എസ്റ്റേറ്റിന് ഇടവഴിയുള്ള വഴികളൊക്കെ ഈ തേയിലയ്ക്കൊക്കെ വിലയുണ്ടായിരുന്ന പഴയ കാലഘട്ടത്തിൽ നല്ല റോഡുകളായിരുന്നു. ഈ എസ്റ്റേറ്റൊക്കെ നല്ല ലാഭത്തിൽ പോയിക്കൊണ്ടിരുന്നപ്പം അവർ തന്നെ ഇതെല്ലാം അവരുടെ ഇൻറ്റേർണൽ റോഡ്സൊക്കെ അവർ തന്നെ എല്ലാം ടാർ ചെയ്ത് നല്ല നീറ്റാക്കിയായിരുന്നു ഇട്ടിരുന്നത്. അവരുടെ വണ്ടികൾ പോയി ഈ കുളന്തെടുത്ത് വരുന്നതെല്ലാം കളക്ട് ചെയ്യാനും അവരുടെ ഫാക്ടറികളിലേക്ക് എത്തിക്കാനും ഒക്കെ ആയിട്ട് നല്ല ഇൻറ്റേർണൽ റോഡ്സ് അന്നത്തെ കാലത്തുണ്ടായിരുന്നു. പക്ഷേ ഈ തേയിലയുടെയൊക്കെ വില കുറയുകയും ഈ കമ്പനികളെല്ലാം നഷ്ടത്തിലേക്ക് വരികയും ചെയ്തപ്പോഴത്തേനും ഇപ്പം കമ്പനിയുടെ ഓപ്പറേഷനും ഇല്ല. അപ്പോൾ അങ്ങനെ പോകുമ്പോഴത്തേനും ഈ റോഡെല്ലാം അനാഥമായി ഇതുപോലെ കുണ്ടും കുഴിയും ആയി കിടക്കുകയാണ്. നമുക്ക് ശരിക്കും ഒരു ഓഫ് റോഡ് യാത്രയാണ് ഈ എസ്റ്റേറ്റുകളിലെ വഴികളിലൂടെ ഇപ്പോൾ പോയാൽ. മുഴുവൻ അനാഥമായി കുണ്ടും കുഴിയായിട്ട് കിടക്കുന്നു. ഇവിടെ കുറച്ച് ഭാഗം നല്ല റീസെൻ്റ്ലി ടാർ ചെയ്ത റോഡുണ്ട്. കേരളത്തിലെ മനോഹരമായ ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കോട്ടമല വ്യൂ പോയിന്റും ഈ ഡാം റിസർവയർ വ്യൂ പോയിന്റും സന്ദർശകർക്ക് പശ്ചിമഘട്ടത്തിൻ്റെയും ചുറ്റുമുള്ള പ്രകൃതി ദൃശ്യങ്ങളുടെയും അതിമനോഹരമായ കാഴ്ച നൽകുന്നു. അതിമനോഹര കാഴ്ചകൾ, തണുത്ത കാലാവസ്ഥ, പ്രശാന്തമായ അന്തരീക്ഷം എന്നിവയ്ക്ക് പേരുകേട്ട ഈ മനോഹരമായ സ്ഥലം പ്രകൃതി സ്നേഹികളും ഫോട്ടോഗ്രാഫർമാരും പ്രകൃതി സൗന്ദര്യത്തിനിടയിൽ സമാധാനപരമായ വിശ്രമം ആഗ്രഹിക്കുന്ന ഏതൊരാളും തീർച്ചയായും സന്ദർശിക്കേണ്ട സ്ഥലമാണ്. നമ്മൾ ആദ്യമായി കാണാൻ പോകുന്നത് കോട്ടമല വ്യൂ പോയിന്റ് ആണ്. ആകാശത്തെല്ലാം ഇങ്ങനെ അങ്ങിങ്ങായി നിരന്ന് വെള്ളമേഘങ്ങൾ നമ്മുടെ യാത്രയ്ക്ക് മിഴിവേകുന്നു. ഒരു ചെറിയ കടയുണ്ട്. അത്യാവശ്യ സാധനങ്ങൾ
വാങ്ങി കഴിക്കാനൊക്കെ ആയിട്ട്. ഇവിടെ ഒരു ചെറിയ മൊട്ടക്കുന്നുകളുടെ ഇഫക്റ്റാണ്, പക്ഷെ അതിന് നടുക്കായിട്ട് നല്ല ഒരു കൃഷിസ്ഥലം കൂടെയുണ്ട്. ആ പച്ച നെറ്റിട്ടിരിക്കുന്ന ഭാഗം നല്ലൊരു കൃഷിസ്ഥലമായിട്ട് തോന്നുന്നു. ഇതെല്ലാം മൊട്ടക്കുന്നുകൾ പോലെ ഇങ്ങനെ തെരുവയും പിടിച്ച് കിടക്കുവാണ്. അവിടെ അടുത്തടുത്ത് വീടുകൾ കാണുന്നു. അത് പട്ടയഭൂമിയാണെന്ന് തോന്നുന്നു. അവരുടെ കൃഷികളായിരിക്കും നമ്മൾ കാണുന്നത്. കുറച്ച് തേയില കാണുന്നുണ്ട്. ഈ റൂട്ട് ജീപ്പുകാരുടെ ഒരു പർദീസയാണ്. വഴി വളരെ മോശമായതുകൊണ്ട് നമുക്ക് ഇതിലൂടെ നമ്മുടെ സ്വന്തം വണ്ടിയിലോ അല്ലെങ്കിൽ ഈ ട്രാവലർ പോലെയുള്ള വണ്ടിയിലോ വരാൻ പറ്റത്തില്ല. നമ്മുടെ ഇവിടുത്തെ കാഴ്ചകൾ ഏതാണ്ട് നമ്മൾ കണ്ടു കഴിഞ്ഞ് അടുത്ത ലൊക്കേഷനിലേക്ക് നമ്മൾ മൂവ് ചെയ്യുവാണ്. ജൈവ വൈവിധ്യത്തിന് പേരുകേട്ട യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായി കോട്ടമല വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ്. പ്രാദേശിക പക്ഷികൾ, ചിത്രശലഭങ്ങൾ, ചെറിയ സസ്തനികൾ എന്നിവയാൽ സമ്പന്നമായ ഈ പ്രദേശത്തെ വനങ്ങൾ പ്രകൃതി സ്നേഹികൾക്കും വന്യജീവികൾക്കും ഒരു പറുദീസയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ഡാം, ഇടുക്കി ഡാമിൻ്റെ റിസർവോയർ വ്യൂ പോയിന്റ് ആണ്. ഇത് ഇവിടെ എല്ലാം ആൾക്കാർ താമസമുണ്ട്. ഈ ഭാഗത്തൊക്കെ MMJ പ്ലാന്റേഷൻ്റെ എസ്റ്റേറ്റ്സ് ആണ്. കോട്ടമല എസ്റ്റേറ്റിൻ്റെ ഏരിയ വഴിയാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഒന്നും അത് എസ്റ്റേറ്റായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. അവരുടെ ഗസ്റ്റ് ഹൗസുകളും എല്ലാം ഇപ്പം മെയിൻ്റനൻസ് ഇല്ലാതെ ഇങ്ങനെ അന്യം വന്ന് പോവുകയാണെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്.
ഇവിടെ ഒരു അമ്പലത്തിലെ ഉത്സവമാണ്. ലൈറ്റൊക്കെ എല്ലാം ഇലുമിനേഷനൊക്കെ ഉള്ള എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇതൊരു പക്ഷേ ഈ കുടിയേറ്റക്കാരുടെ മേഖലയായിരിക്കും. ഇതിൻ്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ ആയിരിക്കും എസ്റ്റേറ്റൊക്കെ വ്യാപിച്ച് കിടക്കുന്നത്. പിന്നെ ഇപ്പം ചില ഭാഗത്തൊക്കെ അവിടുത്തെ തൊഴിലാളികൾ തന്നെയാണ് കുറേ ഭാഗത്ത് ഇങ്ങനെ കിളുന്തിയുള്ളി കൊടുത്ത് അങ്ങനെ ജീവിക്കുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും സമ്പന്നമായിരുന്ന ഒരു ഭൂതകാലത്തിൻ്റെ അവശേഷിപ്പുകളിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. സ്വതന്ത്ര കിട്ടിയ കാലഘട്ടങ്ങളിലൊക്കെ ഇവിടെയൊക്കെ ഈ ഫോറിനേഴ്സ് മാനേജ് ചെയ്ത് കൊണ്ടുപോയ ഈ എസ്റ്റേറ്റുകളൊക്കെ അന്നത്തെ സുവർണ കാലഘട്ടത്തിൽ നല്ല റോഡുകളാലും അതുപോലെ തന്നെ അവിടുത്തെ ജീവനക്കാരും നല്ല സമൃദ്ധിയിൽ തന്നെ കഴിഞ്ഞിരുന്ന ഒരു പ്രദേശമാണ്. ഞാനും ഏതാണ്ട് 1987-88 കാലഘട്ടങ്ങളിൽ ഈ ഭാഗത്തുള്ളവർ ഇവിടെയല്ല വണ്ടിപ്പെരിയാർ ഏരിയയിലുള്ള ഒരു എസ്റ്റേറ്റിൻ്റെ സെൻട്രൽ ഓഫീസിൽ ഒരു വർഷത്തോളം ഏതാണ്ട് ജോലി ചെയ്തുകൊണ്ട് ആ ഒരു എസ്റ്റേറ്റ് ലൈഫ് ജീവിതത്തിൽ കുറച്ച് അനുഭവിക്കാൻ പറ്റി. നമ്മൾ ഇടുക്കി ഡാമിൻ്റെ റിസർവോയർ വ്യൂ പോയിന്റിലേക്കുള്ള യാത്രയിലാണ്. വഴിയെല്ലാം കുണ്ടും കുഴിയുമായി കിടക്കുകയാണ്. ഞങ്ങൾ പ്രത്യേകം റിക്വസ്റ്റ് ചെയ്ത് പ്രമാണിച്ച് ഡ്രൈവർ നമ്മളെ മാക്സിമം പതുക്കെയാണ് കൊണ്ടുപോകണേ. നമുക്ക് പുറകെ വന്ന വണ്ടികളൊക്കെ കയറ്റി വിട്ടിട്ട് നമ്മളെ കുറച്ചുകൂടി ഒന്ന് കരുതിയാണ് നമ്മുടെ ഡ്രൈവർ നമ്മളെ കൊണ്ടുപോകുന്നത്. രണ്ട് സൈഡിലും തേയിലയുണ്ട്. അകലെ വലിയ മരങ്ങളുടെ
ഒരു നിര തന്നെയുണ്ട്. കുന്നിൻ്റെ ചെരുവിൽ തേയില ഇങ്ങനെ വെട്ടി ഒതുക്കി നിർത്തിയിരിക്കുന്നു. പുള്ളിക്കാനം എസ്റ്റേറ്റിൽ നിന്ന് ഈ ഉളുപ്പൂണി വഴി കോട്ടമല കൂടി ഉപ്പതറയ്ക്കുള്ള റോഡിലേക്ക് ഒരു നല്ല റോഡ് വരുവാണെങ്കിൽ ഇതെല്ലാം നമ്മുടെ സ്വന്തം വണ്ടിയിലോ അല്ലെങ്കിൽ നമ്മൾ ഈ ട്രാവലർ പോലെയുള്ള വണ്ടികളോ നമുക്ക് ഈ ഇതുപോലെ നമ്മൾ ഈ എടുത്തടിച്ച് ഓരോ കല്ലിൽ നിന്ന് അടുത്ത കല്ലിലേക്ക് കയറി നമ്മുടെ ശരീരം മുഴുവൻ നീര് കയറി പോയി കാണാതെ നമുക്ക് നല്ലതായിട്ട് കാണാൻ പറ്റും. പക്ഷേ അതിന് നല്ല റോഡുകൾ ഇങ്ങനെ ഇതിനെല്ലാം ബന്ധിച്ചുള്ളത് ആവശ്യമാണ്. പക്ഷെ ഇതിപ്പോൾ ഇവിടുത്തെ ജീപ്പുകാരുടെ ഒരു സ്വർഗമാണ്. അപ്പം ഇവിടെ നല്ല റോഡ് വന്നാൽ അവരുടെ ഓട്ടം പോവും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്നാൽ നമ്മുടെ ടൂറിസം വികസനത്തിന് അങ്ങനെ ഒരു റോഡ് വരുവാണെങ്കിൽ, നല്ല റോഡ് വരുവാണെങ്കിൽ അത് നന്നായിട്ട് കരുത്തേകുമെന്നാണ് കരുതുന്നത്. ഉളുപ്പണി വെള്ളച്ചാട്ടമൊക്കെ നല്ല ഒരു ആൾക്കാർക്ക് കാണാനുള്ള നല്ലൊരു ലൊക്കേഷനാണ്. പക്ഷെ അങ്ങോട്ട് വണ്ടി പോകാനുള്ള നടന്ന് നമ്മുടെ ഇടപാട് തീരും. 2-3 കിലോമീറ്റർ നടക്കാനുണ്ട്. നല്ല യൂത്ത് ആൾക്കാർക്ക് കുഴപ്പമില്ല. സ്വല്പം പ്രായമൊക്കെ ആയവർക്കൊന്നും നടന്നു പോയി തിരിച്ചു വരുമ്പോഴത്തേനും ഒരു പരിവാവും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതേ റോഡിൽ ഈ ഓഫ് റോഡ് ജീപ്പ് യാത്രയിലൂടെയാണ് ഇതെല്ലാം കാണാൻ പറ്റുള്ളൂ. ഈ ജീപ്പ് യാത്ര ചെയ്താൽ തന്നെ ഇത് കഴിയുമ്പം ശരീരം മുഴുവൻ ഇടിച്ചു മുറുക്കിയ പോലെയുള്ള വേദനയാവും. ഇവിടെയൊക്കെ കാപ്പി കൃഷിയുണ്ട്. ഇവിടെ എല്ലാം ഇതിൻ്റെയൊക്കെ ഇടഭാഗത്ത് ഈ ടാർ ചെയ്ത നല്ല വഴികളുണ്ട്. പിന്നെയും മൺറോഡിലേക്ക് പോകും. അങ്ങനെയാണ് നമ്മൾ ഈ ലൊക്കേഷനെല്ലാം കവർ ചെയ്യുന്നത്. ഇതിൻ്റെ റൈറ്റ് സൈഡിലെല്ലാം നല്ല കൃഷിയിടങ്ങളാണ്. ഇതൊക്കെ കുടിയേറ്റ മേഖലയാണെന്ന് തോന്നുന്നു. കാപ്പിയും കുരുമുളകും എല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. എസ്റ്റേറ്റിനകത്തൂടെയുള്ള റോഡുകളാണ് തീരെ മോശം. കുടിയേറ്റ മേഖലകളിൽ കുറച്ചുകൂടെ നല്ല റോഡുകളാണ്. നമ്മളിനി ഡാം റിസർവോയർ വ്യൂ പോയിന്റിലേക്കാണ്. അങ്ങോട്ടുള്ള വഴി മോശമാണ്. ഈ ഏരിയ മുഴുവൻ ഏലവും
കാപ്പിയും കുരുമുളകും തേയിലയും അങ്ങനെയുള്ള വിളകളാണ് ഇവിടെ എല്ലാം കൃഷി ചെയ്യുന്നത്. നമ്മൾ ഡാം റിസർവോയർ വ്യൂ പോയിന്റിലേക്ക് അടുക്കുകയാണ്. ഇവിടുത്തെ വഴികളെല്ലാം വളരെ മോശമാണ്. പാതയുടെ രണ്ട് സൈഡും ഇങ്ങനെ തെരുവുകൾ വളർന്നു നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ ആ വ്യൂ പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ എല്ലാം നിറയെ ജീപ്പുകൾ പാർക്ക് ചെയ്ത് ആൾക്കാർ ഇവിടുത്തെ ഭംഗി ക്യാമറകളിലും അവരുടെ മനസ്സിലും ഒക്കെ ഇങ്ങനെ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടു കഴിഞ്ഞവരൊക്കെ അവർക്ക് അവരുടെ ജീപ്പ് പാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയയിലേക്ക് നടന്നു തുടങ്ങി. അകലെ ഡാമിൻ്റെ റിസർവോയറിൻ്റെ ദൃശ്യങ്ങൾ അങ്ങനെ തെളിഞ്ഞു വന്നു. മുഴുവൻ ഈ കുന്നുകൾക്കിടയിൽ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുവാണ്. അകലെ ഒരു ചെറിയ കോട്ട പോലുള്ള ഒരു കുന്നുകളും കാണാം. നമ്മളങ്ങനെ ഡാം റിസർവോയർ വ്യൂ പോയിന്റിനോട് വിട പറയുകയാണ്. അടുത്തത് നമ്മൾ കാണാൻ പോകുന്ന ഉളുപ്പുണി വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മുടെ യാത്ര. ഇവിടെയും രണ്ട് സൈഡിലും ഈ തെരുവ ഇങ്ങനെ വളർന്ന് ആർത്ത് നിൽക്കുകയാണ്. പണ്ടുകാലത്തൊക്കെ ഈ തെരുവ വാറ്റി തെരുവത്തൈലം വിൽക്കുമായിരുന്നെന്ന് പറയുന്നു. ഇതിപ്പം ഗവൺമെൻറ് പ്രോപ്പർട്ടിയിലായിരിക്കും തെരുവ് നിൽക്കുന്നത്. അത് തന്നെയല്ല, ഇപ്പോഴത്തെ കാലത്ത് അതിനൊന്നും വലിയ വിലയും കാണത്തില്ല.
ഇടയ്ക്ക് അക്വേഷ്യ മരങ്ങളെയും കാണാം. മഴ നിന്നുകൊണ്ട് പൊടിയായി തുടങ്ങി. ഇവിടെ എല്ലാം വഴി വെട്ടിക്കളച്ചിട്ടിരിക്കുന്ന പോലെയാണ്. എതിരെ വണ്ടി വരുമ്പോഴത്തേന് സൈഡ് കൊടുക്കാൻ വേണ്ടി അവർ ആദ്യം എവിടെയാണോ കാണുന്ന ഇടയുണ്ടെന്ന് കാണുന്ന ആ ഭാഗത്തേക്ക് പതിയെ ഒതുക്കും. അങ്ങനെ നമ്മൾ ആ ഉഴുതുമറിച്ചിട്ട വഴിയിൽ നിന്ന് ടാറിങ്ങുള്ള വഴിയിലേക്ക് കയറി. ഇവിടെ വീടുകളുണ്ട്, ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. ഈ ഭാഗത്ത് ചില സ്ഥലങ്ങളിൽ നമ്മൾ കമുകുകൾ കണ്ട്. ഇവിടെ കാപ്പിയാണ് കൂടുതലും വെച്ചിരിക്കുന്നത്. നല്ല തഴച്ച് ആർത്ത് നിൽക്കുന്ന കാപ്പികളാണ്. ഈ കിഴക്കൻ മേഖലയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വിളകളും നമുക്കിങ്ങനെ കാണാൻ അതിമനോഹരമാണ്. ഇവിടെയൊക്കെ നന്നായിട്ട് എന്ത് കുഴിച്ചു വെച്ചാലും നന്നായിട്ട് വളരും. നല്ല വളക്കൂറുള്ള മണ്ണാണ്. പക്ഷെ ഇവിടെ എത്തിപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. പിന്നെ ഇവിടുത്തെ കാലാവസ്ഥയും. നമ്മൾ ഉളുപ്പുണ്ണി വെള്ളച്ചാട്ടത്തിനെ ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങുവാണ്. ഉളുപ്പുണ്ണി വെള്ളച്ചാട്ടത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഉളുപ്പുണ്ണി ഈ തോട് നേരെ ഒരു സൈഡ് വഴി തോടൊഴുകി പോകുന്നു. വേറെ ഇടതുവശത്തുനിന്ന് ഒരു പിന്നെ ഒരു കനാലല്ല, ഒരു തുരങ്കം വന്നിട്ട് അവിടുന്ന് വെള്ളം ഈ തോട്ടിലേക്ക് വന്ന് ചേരുന്നു. അപ്പോൾ ഒരു വൈ പോലെയുള്ളൊരു ജംഗ്ഷനാണ്. അത് കഴിഞ്ഞിട്ട് ആ വെള്ളം അവിടുന്ന് ഒഴുകി നേരെ ഈ റിസർവോയറിലേക്ക് ചെന്ന് ചാടുന്നു. അങ്ങനത്തെ ഒരു സൈഡിൽ തുരങ്കത്തിൽ നിന്നുള്ള വെള്ളവും മറ്റു സൈഡിൽ നിന്ന് തോട്ടിൽ നിന്നുള്ള വെള്ളവും ഒരു വെള്ളച്ചാട്ടത്തോടു കൂടി താഴേക്ക് പതിച്ച് രണ്ട് സൈഡിൽ നിന്ന് വെള്ളം ചെന്ന് ഒരു സ്ഥലത്ത് ഒന്ന് ചേർന്ന് അവിടുന്ന് മുന്നോട്ട് പോയി റിസർവോയറിൽ ചേരുന്നതാണ് നമ്മൾ കാണുന്നത്. ഡാമല്ല, തുരങ്കം വെച്ചിരിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് കിലോമീറ്ററുകൾ അപ്പുറേ അത് പടിഞ്ഞാറോട്ട് ഒഴുകി പോകുന്ന വെള്ളം തിരിച്ച് ഈ തുരങ്കം വഴി അവിടെ ഒരു ചെറിയ തടയണ കെട്ടി ഈ തുരങ്കം വഴി ഇങ്ങേ സൈഡിലേക്ക് ഈ ഡാമിലേക്ക് വന്ന് കൂടുതൽ ഈ ഡാമിൻ്റെ റിസർവോയറിൻ്റെ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ട്, സംഭരണ ശേഷി കൂട്ടാൻ വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു തുരങ്കമാണ്. ഇവിടെ എല്ലാം കാപ്പി കൃഷിയുണ്ട്, വാഴ.
തേയില ഇതെല്ലാം ഈ ഭാഗത്തുണ്ട്. ഇതിലൂടെ ആൾക്കാർ നടന്നു പോകുന്നുണ്ട്. ഇതിലോട്ട് ബസ് സർവീസ് ഉണ്ടോ അതെയോ നമ്മൾ മുമ്പേ കണ്ട ആ ടാറിട്ട വഴി വല്ലതും ബസ് വരുന്നുണ്ടോ എന്നറിയില്ല. ബസ് റൂട്ടിൽ എത്തണമെങ്കിൽ കുറച്ച് നടക്കേണ്ടി വരുമെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇവിടെ എല്ലാം വീട്ടുകാരുണ്ട്, അവർക്കും ജീവിക്കണമല്ലോ. അതേ മുന്നോട്ട് പോയി അവിടെ വല്ല ബസ് റൂട്ട് ഉണ്ടോന്ന് അറിയില്ല. സാധാരണ ഇങ്ങനെയുള്ള ഈ എസ്റ്റേറ്റിലെ ഊടുവഴികളിലൂടെ ബസ്സുകളൊന്നും കാണത്തില്ല. അവിടെ ഈ 4 വീൽ ഡ്രൈവ് ഉള്ള ജീപ്പുകളാണ് സാധാരണ കാണുന്നത്. ഈ എസ്റ്റേറ്റിലെ തൊഴിലാളികളെയൊക്കെ ഈ ടൗണുകളിലേക്ക് കൊണ്ടുവരുന്നത് ഈ ജീപ്പ് വഴിയാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണ ശനി ഞായർ ദിവസങ്ങളാണ്. ശനിയാഴ്ച അവർക്ക് ഉച്ചയോടുകൂടി അവരുടെ പേയ്മെൻറ്റ് കിട്ടും, ആഴ്ചപ്പടി കിട്ടും. അതുമായിട്ട് അവർ ടൗണിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് പതിവ്. അപ്പോൾ ജീപ്പിൻ്റെ മുകളിൽ, ക്യാരിയറിൻ്റെ മുകളിൽ അവരുടെ വീട്ടിലേക്കുള്ള ഓരോ ആഴ്ചത്തെ സാധനങ്ങൾ കാണും. ഈ ജീപ്പിനകത്ത് ഇങ്ങനെ ആൾക്കാരെ കുത്തി നിറച്ച് അതിൻ്റെ സൈഡിലെ ഡോറിലും ബാക്കിലും എല്ലാമായിട്ട് ആൾക്കാരെ നിറയെ ഇങ്ങനെ തൂങ്ങി നിന്നാണ് പോകുന്നത്. ഈ പെട്രോൾ ജീപ്പ് 4 വീൽ ആയതുകൊണ്ട് എന്തേരം ലോഡുണ്ടെങ്കിലും വലിക്കുകയും ചെയ്യും. അതായിരുന്നു പണ്ട് കാലത്തൊക്കെ ഈ എസ്റ്റേറ്റ് ഏരിയയിലെ ഒരു ട്രാൻസ്പോർട്ട് രീതി എന്ന് പറയുന്നത്. അല്ല, നമുക്ക് സ്വന്തമായിട്ട് വണ്ടി വേണം. മിക്കവാറും കിലോമീറ്ററുകൾ നടക്കേണ്ടി വരും ഇതുപോലെയുള്ള ഏരിയകളിലൊക്കെ താമസിക്കുന്നവർക്ക്. ചെറിയ പൊന്തക്കാടുകൾ പിന്നിട്ട് തേയിലത്തോട്ടങ്ങളുടെ സ്ഥലത്തേക്ക് നമ്മൾ എത്തിപ്പെടുകയാണ്. ഇവിടെ എല്ലാം മണ്ണ് വഴി ഉഴുതുമറിച്ചിട്ട് പോലെയാണ്. അതുപാടെ നമുക്ക് പോകുന്ന ആ ടയറിൻ്റെ ജീപ്പ് പാടുകൾ മാത്രമേ ഉള്ളൊരു ഉറച്ച സ്ഥലമായിട്ട് കാണുന്നത്. നടുക്കിലും 2 സൈഡിലും നിറയെ മണ്ണിങ്ങനെ അടർന്നൊക്കെ ആയിട്ട് ഇങ്ങനെ കിടപ്പുണ്ട്. ഇത് ഓടിക്കുന്ന ജീപ്പുകാരുടെ കാര്യമാണ് കഷ്ടം. അവർ ഒരു ദിവസം 2-3 ട്രിപ്പ് ഇങ്ങനെ പോകും. ഞങ്ങൾ യാത്ര ചെയ്യുന്ന ജീപ്പ് രാവിലെ ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട് വന്ന് ഞങ്ങൾ സെക്കൻഡ് ട്രിപ്പ് എന്നാണ് നമ്മുടെ ഡ്രൈവർ പറഞ്ഞത്. നിത്യാഭ്യാസി ആനയെടുക്കും എന്നുള്ള പഴഞ്ചൊല്ല് പോലെ അവരും ഈ
ഒരു അറ്റ്മോസ്ഫിയറിൽ ജീവിച്ച് പരിചയിച്ചുകൊണ്ട് അവർക്കത് വളരെ ഈസി ആയിരിക്കും. നമ്മൾ നല്ലൊരു കൃഷി ചെയ്യുന്ന ഏരിയയിലേക്ക് കടന്നിരിക്കുകയാണ്. വലതുവശത്തൊക്കെയുള്ള നല്ല തോട്ടമാണ്. അതുപോലെ തന്നെ വഴി അല്പം മെച്ചപ്പെട്ടു. ടാറിങ്ങുണ്ട്, പൊട്ടിപ്പൊളിഞ്ഞാണേലും ടാറിങ്ങുണ്ട്. നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. കുറേ യാത്രയുണ്ട്. ഈ ഒരു തോടാണ് അങ്ങോട്ട് ഈ ഉളുപ്പുണ്ണി വെള്ളച്ചാട്ടത്തിലേക്ക് ഒഴുകി വരുന്നത്. നമ്മൾ ആ തോടിനെ ക്രോസ് ചെയ്താണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. റൈറ്റ് സൈഡ് വഴി ആ തോട് ഈ റോഡിന് ഏതാണ്ട് പാരലായിട്ട് ഒഴുകി അവിടെ ചെല്ലുമ്പോഴത്തേനും മുകളിൽ നിന്ന് താഴോട്ട് പതിക്കുകയാണ്. നമ്മൾ കുറേ നേരത്തിന് ശേഷമാണ് കുറേ വണ്ടികൾ റൈറ്റ് സൈഡിൽ കാണുന്നത്. നമ്മൾ ഇവിടെ വന്നപ്പോഴത്തേനും ഇവിടുത്തെ ഒരു സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ആൾക്കാരെല്ലാം തിരിച്ച് പാക്കപ്പ് ചെയ്യുന്നൊരു സമയത്താണ്. അവരുടെ വണ്ടികളാണ് ഇവിടെയൊക്കെയുള്ള ഈ റിസോർട്ടുകളിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ പാർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഏതാണ്ട് ഈ ഉളുപ്പുണ്ണി വെള്ളച്ചാട്ടത്തിന് അടുത്തെത്തി. പക്ഷേ ഇനിയുണ്ട് 1-2 കിലോമീറ്റർ ദൂരം. ഇവിടെ എല്ലാം നല്ല തേയിലത്തോട്ടങ്ങളാണ്. ഇടതുവശത്ത് നല്ല റിസോർട്ടുണ്ട്.
പലതരം കൃഷിയിടം സൈഡിൽ ഈ പച്ച നെറ്റടിച്ച് വഴിയിൽ നിന്നുള്ള കടന്നുകയറ്റക്കാരെ തടഞ്ഞിരിക്കുന്നുണ്ട്. ഇവിടെ മണ്ണ് റോഡാണ്. കുറച്ച് ഭാഗം കോൺക്രീറ്റ് റോഡുണ്ട്. എന്നാൽ അതൊരു വണ്ടിക്ക് പോകാനേ ഉള്ളൂ. ഈ ജീപ്പുകളൊക്കെ എങ്ങനെയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സൈഡ് കൊടുത്ത് പോകും. വീടുകളുണ്ട്. കാഴ്ചകളൊക്കെ കണ്ട് പലരും തിരിച്ചു പോകുന്നുണ്ട്. നമ്മൾ അതിന് അടുത്തെത്തി. ഇവിടെ ലോക്കൽ 2-3 കടകളുണ്ട്. ഇവിടെ എല്ലാം കണ്ടു കഴിഞ്ഞവർ പതിയെ തിരിച്ചു പോവുകയാണ്. നമ്മുടെ റൈറ്റ് സൈഡ് വഴിയാണ് ആ തോട് ഒഴുകി വരുന്നത്. നമ്മളതൊന്ന് കാണാൻ വേണ്ടി ജസ്റ്റ് അങ്ങോട്ടൊന്ന് ഡ്രൈവർ നമ്മളെ കൊണ്ടുപോവാണ്. ഒരു ചപ്പാത്ത് പോലെയാണ്.
വഴിയുടെ ഈ ചപ്പാത്തിലൂടെ കയറി താഴേക്ക് ഈ തോട് ഒഴുകുകയാണ്. അങ്ങോട്ട് ആൾക്കാരുണ്ട്, കൃഷിയിടങ്ങളാണെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് മൺ റോഡുണ്ട്. കൃഷിയിടങ്ങളാണ്. നമ്മളിവിടുന്ന് തിരിച്ചിട്ട് പോവാണ്. ഈ തോട് ഈ ഒഴുകി വരുന്നത് അതിൻ്റെ രണ്ട് സൈഡിലും ഏലത്തോട്ടങ്ങളാണ്. ഇവിടുന്ന് അല്പോടെ മുന്നോട്ട് പോകുമ്പോഴാണ് വെള്ളച്ചാട്ടം. ഇവിടെയാണ് വണ്ടികളൊക്കെ വന്ന് പാർക്ക് ചെയ്യുന്നത്. ഇവിടെ എല്ലാം നിരനിരയായ വണ്ടികൾ കിടപ്പുണ്ട്. കണ്ടവരൊക്കെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു കയറി പോകുന്നുണ്ട്. ഞങ്ങളങ്ങ് മാക്സിമം താഴോട്ട് പോവുകയാണ്. നമ്മൾ ജീപ്പിൽ നിന്ന് ഇറങ്ങി മുന്നോട്ട് നടക്കുവാണ്. ഇവിടെ സിനിമ ഷൂട്ടിങ്ങിൻ്റെ ഇതെല്ലാം കഴിഞ്ഞിട്ട് സാധനങ്ങളൊക്കെ കയറ്റിക്കൊണ്ട് പോകുന്നേ ഉള്ളൂ. അവരുടെ വണ്ടികളാണ് മുഴുവൻ കിടക്കുന്നത്.
തോട്ടിലെ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ഒന്ന് കാണാമെന്ന് കരുതി ഞങ്ങൾ ആ ഈറ്റയുടെ ഇടവഴി താഴോട്ടിറങ്ങി. ഇതിലൂടെയാണ് വെള്ളം താഴേക്ക് ചാടുന്നത്. ഇവിടെ മുഴുവൻ വലിയ ഉരുളൻ കരിങ്കല്ലുകളാണ്. മുന്നിൽ കാണുന്ന ആ കരിങ്കല്ല് കയറി നിന്നുകൊണ്ട് ആൾക്കാർ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോ പകർത്താറുണ്ട്. ഫ്ലെക്സിബിളായിട്ടുള്ള ആൾക്കാർക്ക് അതിന് മുകളിൽ വലിഞ്ഞു കയറാൻ പറ്റുള്ളൂ. നല്ല തണുത്ത വെള്ളം ഇങ്ങനെ താഴോട്ട് ഒഴുകി പോവാണ്. താഴെ കല്ലിന് മുകളിൽ നിന്ന് ഒരാൾ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. താഴെ ആൾക്കാർ കുളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വെള്ളത്തിലൊക്കെ ഇറങ്ങി അവിടെ കല്ലയിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ആ ഒരു അറ്റ്മോസ്ഫിയർ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട്. താഴോട്ട് ഇറങ്ങുവാണ്. അവിടെയാണ് ഇടതുവശത്തു നിന്നുള്ള തുരങ്കം വഴിയുള്ള വെള്ളവും ഈ വലതുവശത്തു നിന്നുള്ള ഈ തോട് വഴിയുള്ള വെള്ളം കൂടെ വന്ന് രണ്ടും കൂടെ ഒന്ന് ചേർന്ന് മുന്നോട്ട് ഒഴുകുന്നത്. ഇതിലൂടെയാണ് കല്ലിൻ്റെ മുകളിലേക്ക് ആൾക്കാർ കയറുന്നത്. സിനിമ ഷൂട്ടിങ്ങിൻ്റെ ബാക്കി പത്രങ്ങളാണ് അവിടെ കാണുന്നത്, സാധനങ്ങളും എല്ലാം. ഇതാണ് തുരങ്കത്തിൻ്റെ മൗത്ത്. അതിനകത്തോടൊക്കെ ആൾക്കാർ അങ്ങോട്ട് കുറച്ച് ദൂരം കയറി പോകുന്നുണ്ട്.
ആദ്യമേ കണ്ട മുകളിൽ നിന്നുള്ള വെള്ളച്ചാട്ടം. ഇത് റൈറ്റ് സൈഡ് വഴി താഴോട്ട് വരുന്നു. ഇടതുവശം വഴി തുരങ്കത്തിൽ നിന്നുള്ള വെള്ളം വരുന്നു. രണ്ടും കൂടെ ഒന്നിച്ച് താഴോട്ട് ഒഴുകി പോകുന്നു. ഇതാണ് ആ നടുക്ക് കാണുന്ന തിട്ടിൻ്റെ ഇടതുവശം വഴി വെള്ളം ഒഴുകുന്നുണ്ട്, വലതുവശം വഴി ഒഴുകി പോകുന്നുണ്ട്. ഇടതുവശം വഴി ഒഴുകി പോകുന്നത് തുരങ്കത്തിൽ നിന്ന് വരുന്നതും വലതുവശം വഴി ഒഴുകി പോകുന്നത് നമ്മുടെ തോട്ടിൽ നിന്ന് വരുന്നതുമാണ്. നടുക്കൊരു തുരുത്ത് പോലെയുണ്ട്. ആ തുരുത്തിൻ്റെ വലതുവശം വഴി വെള്ളം ഒഴുകുന്നുണ്ട്. ഇവിടുന്ന് രണ്ടും കൂടെ ഒന്നായിട്ടാണ് താഴോട്ട് പോകുന്നത്. ഈ ഭാഗത്ത് കഴിയുമ്പം നല്ല ഒഴുക്കുണ്ട്. കല്ലിൽ തട്ടി ഇങ്ങനെ മുന്നോട്ട് പോവാണ്. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ കല്ലിൻ്റെ മുകളിൽ കയറി നിന്ന് ആ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു വ്യൂ നന്നായിട്ട് ഒപ്പിയെടുക്കുകയാണ്. അപ്പം ഇങ്ങനെ പതഞ്ഞൊഴുകി താഴോട്ട് പോവാണ്.
നല്ല മരങ്ങളുണ്ട്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരികെ പോവാണ്. നമ്മളിന്ന് തോടൊഴുകി വരുന്നതാണ് നമ്മൾ കാണുന്നത്. നമ്മളിനി ഇവിടുന്ന് പോകുന്നത് കൈതപ്പതാൽ വെള്ളച്ചാട്ടമല്ല, കൈതപ്പതാൽ ഒരു വ്യൂ പോയിൻ്റാണ്. അവിടെ നല്ല മഴക്കാലത്ത് മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി താഴോട്ട് വീഴുന്നുണ്ട്. ഈ കൈതപ്പതാൽ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് ഈ വാഗമൺ ടൗണിനോട് ചേർന്നാണ്. നമ്മളിവിടുന്ന് ഇനി പുള്ളിക്കാനം വാഗമൺ റോഡിലേക്കാണ് പോകുന്നത്. ഇവിടെ കുടിയേറ്റ മേഖലകളാണ്, പള്ളിയൊക്കെ ഉണ്ട്. ഇനി ടാറിട്ട റോഡാണ് അങ്ങോട്ട്. നമ്മൾ ഇത്രയും നേരം പോയ പോലെയുള്ള ഒരു കളച്ചിട്ട് പോലുള്ള റോഡല്ല, ടാർ റോഡാണ്. അത്യാവശ്യം വീതിയുണ്ട്. കുറെ കൂടി നല്ല കൃഷിയിടങ്ങൾക്ക് നടുവിലൂടെയാണ് ഇനി നമുക്ക് അങ്ങോട്ടുള്ള യാത്ര. നല്ല തേയില തോട്ടം. മനോഹരമായ കുന്നുകളും തോട്ടങ്ങളും ഒക്കെ നമുക്ക് ഈ ഭാഗത്ത് കാണാം. ചെറിയൊരു മൊട്ടക്കുന്ന്. വഴിയുടെ രണ്ട് സൈഡിലും ഇങ്ങനെ ചെറിയ കുന്നുകളിൽ നിറയെ തേയില വളർത്തി നല്ല രസകരമായിട്ട് എല്ലാം ഇങ്ങനെ വെട്ടി നിർത്തിയിരിക്കുകയാണ്. ഈ കൊളുന്ത് ചുള്ളിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ വെട്ടി നിർത്തി കഴിഞ്ഞാൽ അത് ആ ഒരു സെയിം ലെവൽ തന്നെ ഇങ്ങനെ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കും.
ഉണ്ടായി വരുന്ന കുളന്തുകളെല്ലാം ഞൊള്ളി അവർ അത് തേയില ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. ഏതാണ്ട് ഈ ഭാഗം കഴിയുമ്പോഴത്തേനും വലതുവശത്തായിട്ടാണ് ആ തുരങ്കത്തിലേക്കുള്ള തുരങ്കത്തിൻ്റെ ഇങ്ങേ സൈഡിലത്തെ പ്രവേശന കവാടം. ഈ ഭാഗത്ത് താഴെയായിട്ട്, റൈറ്റ് സൈഡിൽ താഴെയായിട്ട് ചെറിയ ഈ തടയണ പോലെ നിർമ്മിച്ചിട്ട് അവിടെ നിന്നാണ് ഈ തുരങ്കം സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടുന്ന് ആ തുരങ്കത്തിലൂടെ ഈ ഭാഗത്തൊക്കെ വരുന്ന പെയ്ത്ത് വെള്ളം ആ തുരങ്കത്തിലൂടെ അപ്പുറത്ത് ഇടുക്കിയുടെ റിസർവറിലേക്ക് ആക്കുവാണ്. അതില്ലെങ്കിൽ ഇത് ഇവിടുന്ന് നേരെ പടിഞ്ഞാറോട്ട് ഒഴുകി ഈ വെള്ളം വെറുതെ പോകത്തേ ഉള്ളൂ. അപ്പോൾ ഈ ഭാഗത്തുണ്ടാകുന്ന ഒഴുകിയെത്തുന്ന വെള്ളം എല്ലാം കൂടെ കൂടി അങ്ങോട്ട് ഒരു തുരങ്കം ഉണ്ടാക്കി ആ ഭാഗത്തേക്ക് മൊത്തം ഒഴുക്കി നമ്മുടെ ഇടുക്കിയിലേക്ക് വൈദ്യുതോൽപാദനത്തിന് വേണ്ടി സംഭരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നല്ല തേയിലത്തോട്ടമുണ്ട്. ഇവിടെ വഴിയെല്ലാം ടാർ ചെയ്തിട്ടുണ്ട്. വീതി കുറവാണെങ്കിലും അത്യാവശ്യം യാത്രയ്ക്ക് നല്ല വഴിയാണ്. തെങ്ങ് ഒരെണ്ണം ഇപ്പം നമ്മളവിടെ കണ്ടു. മറ്റു സ്ഥലങ്ങളിലൊന്നും തന്നെ നമ്മളങ്ങനെ തെങ്ങ് കണ്ടില്ല. ഇവിടെയുണ്ട് തെങ്ങുകൾ. നല്ല നിരനിരയായിട്ട് വെട്ടി നിർത്തിയിരിക്കുന്ന തേയില ചെടികൾ.
വലതുവശത്തൊരു നല്ല ഒരു തോട്ടം റിസോർട്ടാണെന്ന് തോന്നുന്നു. നന്നായിട്ട് പരിപാലിക്കുന്നൊരു സ്ഥലം കാണുന്നുണ്ട്. ഇടതുവശത്തും ഉണ്ട്. ഇവിടെ എല്ലാം നല്ല ഈ കെട്ടിടങ്ങളും ഒക്കെ കാണാൻ തുടങ്ങി. നമ്മൾ ജംഗ്ഷനിലേക്ക് എത്തി. ഇത് പുള്ളിക്കാനം വാഗമൺ റോഡാണ്. പുള്ളിക്കാനം എസ്റ്റേറ്റ് കഴിഞ്ഞിട്ട് നേരെ വാഗമണിലേക്ക് പോകുന്ന ഏരിയയാണിത്. ഈ പുള്ളിക്കാനം വാഗമൺ റൂട്ട് നല്ല മനോഹരമായിട്ടുള്ള നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലങ്ങൾ കവർ ചെയ്തു പോകുന്ന ഒരു റൂട്ടാണ്. അതിമനോഹരമായ തോട്ടങ്ങളും എല്ലാം ഇതിൻ്റെ സൈഡിലുണ്ട്. അകലെ കുന്നിൻ മുകളിൽ ഒരു ബിൽഡിങ്ങും താഴ്വാരങ്ങളിലെല്ലാം നിറയെ തേയില ചെടികളിങ്ങനെ വെച്ച് പിടിപ്പിച്ച് ഇരിക്കുന്ന അതിമനോഹരമായൊരു സ്ഥലത്തോട്ട് നമ്മളിപ്പം കടന്നു പോണേ. ഇടയ്ക്ക് കാടും വാഴയും എല്ലാം ഉണ്ട്. നമ്മളിങ്ങനെ ഓരോ മുട്ടക്കുന്നുകളെ പാസ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നല്ല നിരപ്പുള്ള വീതിയുള്ള വഴിയാണ്. നമ്മൾ വാഗമൺ ടൗണിൽ എത്തുന്നതിന് മുമ്പായിട്ട് വലതേക്ക് തിരിഞ്ഞ് ഒരു ഇടവഴിയിലൂടെയാണ് ഈ ഒരു കൈതപ്പതാൽ വ്യൂ പോയിന്റിലേക്ക് പോകുന്നത്. അവിടുന്ന് നമുക്ക് നേരെ ഈ വാഗമൺ ടൗണിലേക്ക്, വാഗമൺ പിന്നെ ടൗണിൽ നിന്ന് ഉപ്പേറയ്ക്ക് ഉള്ള റോഡിലേക്ക് എത്താം. കുറേ ഭാഗം ടാർ ചെയ്താണ്. അതിനുശേഷം മൺ റോഡാണ്.
ഇവിടെയൊക്കെ ആൾക്കാർ വീടാണോ അതെയോ റിസോർട്ടാണോ എന്നറിയില്ല, പണിതുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. മണ്ണൊക്കെ മാറ്റി കെട്ടിടങ്ങളിലൊക്കെ പണി നടക്കുവാണ്. ഇവിടെല്ലാം ഈ എണ്ണപ്പനകളുണ്ട്. ഇവിടെയൊക്കെ ലാൻഡ് ലെവലിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. നമുക്ക് കോൺക്രീറ്റ് റോഡുണ്ട്. നമ്മളേതാണ്ട് ഈ വ്യൂ പോയിന്റിലേക്ക് അടുക്കുവാണ്. ഇവിടെ കുറച്ച് കെട്ടിടങ്ങളൊക്കെ ഉണ്ട്, ആൾക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലമാണ്. നമ്മളേതാണ്ട് ആ വ്യൂ പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ജീപ്പുകൾ ഇങ്ങനെ നിർത്തി കാഴ്ചകൾ ആൾക്കാർ ആസ്വദിക്കുന്നത് കാണാം. ഇതാണ് കൈതപ്പതാൽ വ്യൂ പോയിന്റിലെ കാഴ്ചകൾ. ഇങ്ങനെയാണ് അപ്പുറേ കുറേ മലനിരകളും ഇപ്പുറേ വേറൊരു മലനിരകളും, അതിൻ്റെ ഇടവഴി ഇങ്ങനെ വെള്ളം ഒഴുകി പോകുന്ന സ്ഥലം. കുറച്ചുകൂടെ പുറകിൽ നിന്നാലേ ഇവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടം പോലെയുണ്ട്, അത് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അവിടെ ആൾക്കാർ വ്യൂ ഉള്ളിടത്ത് ആൾക്കാർ കൂടി നിൽപ്പുണ്ട്. ഇതാണ് മുകളിൽ നിന്ന് ഇപ്പോഴും കുറേശ്ശെ വെള്ളം ഒഴുകി വരുന്നുണ്ട് മുകളിൽ നിന്ന്. അവിടെ അങ്ങനെ മുകളിൽ നിന്ന് മഴക്കാലത്ത് വെള്ളം നന്നായിട്ട് ഒഴുകി ഇവിടെ വന്ന് ഇവിടെ താഴോട്ട് ഒഴുകി ഇങ്ങനെ നന്നായിട്ട് വീണ് പോകുന്നതാണ്. ഇപ്പം മഴ നിന്നിട്ട് ഏതാണ്ട് 10-20 ദിവസം, ഒരു മാസത്തോളം ആയതുകൊണ്ട് ഇപ്പം വെള്ളമൊഴുകി തീർന്നിരിക്കുകയാണ്. നല്ല മഴക്കാലത്ത് വന്നാൽ ഇവിടെ നന്നായിട്ട് ഇങ്ങനെ വെള്ളം ഒഴുകുന്ന കാണാൻ പറ്റും, നല്ല രസമാണ്. ഇവിടെ സൈഡ് വഴി ഇപ്പം അല്പം വെള്ളം ഒഴുകുന്നതേ ഉള്ളൂ, അതിങ്ങനെ ഒഴുകി താഴോട്ട് പോകുന്നത്. ആ കല്ല് നിറഞ്ഞ് വർഷകാലത്ത് ഒഴുകും. നമ്മുടെ ഈ വീഡിയോ ഇവിടെ ഏതാണ്ട് അവസാനിക്കുകയാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.